എല്ലാവർക്കും സിനിമ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ചായി ഒരു റോബറി പടമൊക്കെ ആയിട്ട് വന്നിട്ട് ഇന്ന് നല്ല കിഡിലൻ ട്വിസ്റ്റൊക്കെ ഉള്ള ഒരു റോബറി പടമായിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഈ സിനിമ നിങ്ങൾ അവസാനം വരെ കാണണം, കാരണം ക്ലൈമാക്സിൽ കിഡിലൻ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഡിലൻ ട്വിസ്റ്റുകളാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ടറിഞ്ഞാൽ മതി. നമുക്ക് നേരെ സിനിമയിലേക്ക് പോകാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കൊറിയയിലെ തന്നെ വലിയൊരു ബിൽഡിംഗ് ആണ്. അതിനകത്താണ് ഈ കറണ്ടുമില്ല. പക്ഷെ വലിയ ബിൽഡിംഗ് ആണ്, അങ്ങനെയൊന്നും കറണ്ട് പോകത്തില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ സെക്യൂരിറ്റീസ് ഇത് എന്താ സംഭവം നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവരൊരു കാര്യം കണ്ടെത്തുന്നത്. അവിടുത്തെ പവർ കേബിൾസൊക്കെ കട്ട് ചെയ്തിരിക്കുകയാണ്. അതിനർത്ഥം അതിനകത്ത് ആരോ മോഷ്ടിക്കാൻ കയറിയിട്ടുണ്ട്. ഈ ടൈമിലാണ് നമ്മുടെ കള്ളനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനൊരു സേഫൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ക്രാക്ക് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഒരു പ്രതിമ മോഷ്ടിക്കുന്നുണ്ട്. ഈ ഒരു പ്രതിമ മോഷ്ടിക്കാനാണ് ഇവൻ ഈ ഒരു ബിൽഡിങ്ങിനകത്ത് കയറിയിട്ടുള്ളത്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരു സെക്യൂരിറ്റീസ് കാണാണ്ടൊക്കെ അങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത്രയും വലിയ ബിൽഡിങ്ങിനകത്ത് എത്ര ദൂരം ഓടാനാ? സെക്യൂരിറ്റീസ് ഇവനെ സ്പോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പറയണ്ടല്ലോ, ചേസ് എന്ന് പറഞ്ഞാൽ വൻ ചേസാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് അവസാനം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ കള്ളൻ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു കേബിളും കെട്ടിയിട്ട് അങ്ങ് താഴോട്ട് ചാടുക. അതുകൊണ്ട് മാത്രം അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ വീട്ടിലെത്തി. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാക്കുന്നത്. ഇവൻ കട്ടുകൊണ്ട് വന്ന ഈ ഒരു പ്രതിമ ഉണ്ടല്ലോ, അത് കഷ്ണങ്ങളായിട്ടുണ്ട്. അമ്മാതിരി ചേസ് ആയിരുന്നല്ലോ അവിടെ. അപ്പം നമ്മുടെ കള്ളൻ്റെ പേരാണ് ലീ. ഇവനക്കൊരു ഫ്രണ്ടും ഉണ്ട്. ഇവൻ്റെ പേരാണ് ഗുയിൻ. നമ്മുടെ ഗുയിൻ ചോദിക്കാണ്, അല്ല നമ്മളിനി എന്ത് ചെയ്യും? ഇത് കേട്ടപാട് നമ്മുടെ ലീ ഈ ഒരു പ്രതിമ എടുത്തിട്ട് പിന്നെയും കഷ്ണങ്ങളാക്കുന്നുണ്ട്. നിനക്കെന്താടാ വയ്യേ? നീ ഒന്നും മിണ്ടാണ്ടിരിക്കുക ഗുയിൻ, ഞാൻ കാണിച്ചു തരാം. ഇതും പറഞ്ഞിട്ട് ഈ ഒരു പ്രതിമയുടെ ഒരു മോഡൽ ഇവനൊരു 3D മെഷീനിൽ പ്രിന്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ഒരു 3D മെഷീൻ കൊണ്ട് ഈ ഒരു പ്രതിമയുടെ ഫേക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. മോനെ ഗുയിൻ, നിനക്ക് ഡോക്ടർ കിമ്മിനെ അറിയോ? അവൻ്റെ അടുത്ത് പോകുന്നു, ഈ ഫേക്ക് പ്രതിമ അവനക്ക് നമ്മൾ വിൽക്കുന്നു. ഇത് കേട്ടപാട് നമ്മുടെ ഗുയിൻ ഒരു കാര്യം പറയുന്നുണ്ട്. ആര്? ഡോക്ടർ കിമ്മോ? നിനക്ക് വല്ല പ്രാന്തുണ്ട ചെക്ക? അങ്ങേര് ഈ പ്രതിമ എന്തായാലും ഫേക്കാന്നൊക്കെ കണ്ടുപിടിക്കും. അങ്ങേരൊക്കെ ഇതിൽ പുലിയാണ്, പുലി. പക്ഷെ ഇതൊന്നും നമ്മുടെ ലീയുടെ തലയിൽ കയറുന്നില്ല. അവ രണ്ടും കൽപ്പിച്ച് ഒരു ഫേക്ക് പ്രതിമനെയും കൊണ്ട് നേരെ നമ്മുടെ ഡോക്ടർ കിമ്മിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഡോക്ടർ കിമ്മിന് ഇതിങ്ങനെ വിറ്റോണ്ടിരിക്കുക. എന്നാൽ നമ്മുടെ കിമ്മിനാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായിട്ടുണ്ട് ഇത് ഫേക്കാന്നുള്ളത്. സോ പിന്നെ പറയണ്ടല്ലോ, അവൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മുടെ ലീ ഒരു കാര്യം പറയുന്നുണ്ട്. മോനെ ഡോക്ടർ കിമ്മേ, കഴിഞ്ഞ ഓപ്ഷനിൽ നിന്റെ കടം തീർക്കാൻ വേണ്ടിയിട്ട് നീ ഫേക്ക് പ്രതിമ വിറ്റ കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അത് പുറത്തു വരണ്ടാന്നുണ്ടെങ്കിൽ നീ എന്തായാലും ഈ ഒരു പ്രതിമ ഓപ്ഷനിൽ വെക്കുകയും വേണം, വിറ്റ് തരുകയും വേണം. കിട്ടുന്നതിൻ്റെ 20% ഞാൻ നിനക്ക് തന്നേക്കാം കമ്മീഷനായിട്ട്, നീ വെച്ചോ. പിന്നെ പോരാത്തിന് ഇതിൻ്റെ ഒറിജിനൽ തപ്പിട്ട് ആരും വരുന്നില്ല, കാരണം അതിൻ്റെ ഒറിജിനൽ ഞാൻ തന്നെ പൊട്ടിച്ച് കളഞ്ഞു. ഇത് കേട്ടപാട് നമ്മുടെ ഡോക്ടർ കിമ്മാണ് ഈ ഒരു ഡീലിന് സമ്മതിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവൻ്റെ കടം തീർക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഫേക്ക് പ്രതിമ വിറ്റ കാര്യമൊക്കെ നന്നായിട്ട് നമ്മുടെ ലീ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പോരാത്തിന് ഇതിൻ്റെ ഒറിജിനൽ തപ്പിട്ട് ഞാൻ ആരും പോകുന്നില്ല. പിന്നെ 20% പൈസയും കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡീലിന് ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗുയിൻ ചോദിക്കാണ്, അല്ല ഇനി എന്താ പ്ലാൻ? നമ്മളൊരു 1.5 ബിസിനസ് തുടങ്ങാൻ പോവാണ് ഗുയിനെ. അങ്ങനെ അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ സിനിമയിലെ വില്ലനെയാണ്. ഇവൻ കൊടൂര വില്ലനാണ്. ഇവന്റെ പേരാണ് ചോ. ഇവൻ വലിയൊരു ബോസൊക്കെയാണ് കേട്ടോ. പിന്നെ പോരാത്തന്നെ ഇവന്റെ പേരിൽ കുറെ പോലീസ് റെക്കോർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പേരിൽ ഇവന്റെ അക്കൗണ്ടിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ പോലീസുകാർ കുറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തുണ്ടാവാന്ന് ഞാൻ പറയണ്ടല്ലോ, ആ അക്കൗണ്ടിനെ കെട്ടി തൂക്കുന്നു, സിമെന്റ് മുക്കുന്നു, കോൺക്രീറ്റ് ഇടുന്നു. അങ്ങനെ അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ ലീന അതുപോലെ തന്നെ ഗുയിനെയാണ്. ഇവന്മാരാണെങ്കിലോ കിട്ടിയ പൈസക്കൊക്കെ ഒരു വലിയൊരു പ്രിന്ററൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, കള്ളനോട്ടടിക്കാനുള്ള പ്രിന്ററൊക്കെ. പക്ഷെ എത്ര അടിച്ചിട്ട് ഇത് റെഡി ആവുന്നില്ല. അവസാനം ഒരു വിധത്തിൽ അടിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ ഇതാണെങ്കിലും ആൽക്കഹോൾ വീണ് കഴിഞ്ഞാൽ ഈ ഒരു ഇങ്കൊക്കെ മാഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ അതുകൊണ്ടും കാര്യമില്ല. എൻ്റെ പൊന്നിലി, നിനക്ക് എന്ത് സുഖാടാതിന്ന് കിട്ടുന്നത്? കിട്ടിയ പൈസ ഒക്കെ കൊണ്ടുപോയി കളഞ്ഞില്ലേ? എന്ത് കാര്യത്തിനാ? എൻ്റെ ഗുയിനെ, നീ പേടിക്കണ്ട. ഇതെന്തായാലും നമുക്കൊരു അഡ്വാൻറ്റേജാ. ഈ ഒരു മെഷീനും ഈ ഒരു ആൽക്കഹോൾ വീണ് കഴിഞ്ഞാൽ ഇങ്ക് മാഞ്ഞു പോകുന്നതും അത് നീ മനസ്സിലാക്കും. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ഇതും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നൊരു സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ നായികയുടെ എൻട്രി. ഇവളുടെ പേരാണ് ഇയോൺ. ഇവളൊരു പെയിന്ററാണ്. പിന്നെ സ്വന്തമായിട്ട് ഒരു ആർട്ട് ഗാലറി ഒക്കെ തുടങ്ങാനുള്ള ഒരു പ്ലാനിലാണ്. ഇനി ഒരു ആർട്ട് ഗാലറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലീ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 1 മില്യൺ ആണ്. ഇത് കണ്ടപാട് നമ്മുടെ ഇയോണാണെങ്കിൽ ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നുണ്ട്. ഇങ്ങേരെന്തിനാണ് എനിക്ക് 1 മില്യൺ തരണമെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ നമ്മുടെ ലീ ആണ് ആള്. എനിക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവും. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ഗോയിൻ ചോദിക്കുന്നുണ്ട്, നീ എന്തറിഞ്ഞിട്ടാണ് 1 മില്യൺ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? നിന്റെ കയ്യിൽ വല്ല പൈസ ഉണ്ടാ? എന്താണ് നിന്റെ പ്ലാൻ? ഒന്ന് പറയൂ. മോനെ ഗുയിനെ, കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ വരാൻ പോകുന്നത് 3 മില്യനാ. അത്രയും വലിയൊരു വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ 1 മില്യൺ അവൾക്ക്, ബാക്കി 2 മില്യൺ നമുക്ക്. എനിക്കിനി വേണ്ടത് വലിയൊരു സ്ഥലം, പിന്നെ പോരാത്തിനൊരു ഹാക്കറിനെയാണ്. അത് നീ ഒപ്പിച്ചേരണം. ഇത് കേട്ടപാടെ നമ്മുടെ ഗുയിനാണെങ്കിൽ തുള്ളി ചാടുന്നുണ്ട്. കാരണം 2 മില്യനാ കൈക്ക് വരാൻ പോകുന്നത്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ ഗുയിൻ ഒരു ഹാക്കറിനെ ചെന്ന് കാണുന്നുണ്ട്. ഇവൻ്റെ പേരാണ് ജോങ്ബി. അപ്പോൾ ഈ ജോങ്ബി അതുപോലെ തന്നെ ഗുയിനും തമ്മിൽ ഭയങ്കര കമ്പനിയൊക്കെയാണ്. പക്ഷേ ഈ ജോങ്ബിക്കാണെങ്കിലും ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ ജോങ്ബി ഒരു വർക്കിനിടയിൽ അവൻ്റെ പാർട്ട്ണറെ ചതിച്ചിട്ട് അവൻ്റെ പാർട്ട്ണറെ ജയിലിലാക്കിയിട്ടുണ്ട്. അതൊരു പരക്കെയുള്ളൊരു സംസാരമാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മുടെ ഗുയിൻ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപാട് നമ്മുടെ ജോങ്ബി പറയാണ്, ഞാൻ ആരും ചതിച്ചിട്ടൊന്നുമില്ല, അവനാ എന്നെ ആദ്യം ചതിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അവനക്കിട്ട് പണി കൊടുത്തത്. ആ ശരി, ഓക്കെ, നീ അത് വിട്. നാളെ നിനക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. നീ എന്തായാലും ബാറിൽ വരണം. നിനക്കൊരു പണി ഒത്തു വന്നിട്ടുണ്ട് മോനെ. അങ്ങനെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ ജോങ്ബി ബാറിലെത്തിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ലീ ആണെങ്കിലോ ഇവനെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക.
അല്ല ബൈ, നിങ്ങൾ എന്തെന്നെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഇന്റർവ്യൂക്കൊന്നും ഞാനില്ലട്ടാ. ഇത് കേട്ടപാട് നമ്മുടെ ലിയോ ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ, നീ ചതിയനല്ലേ, നീ ചതിച്ചതിനല്ലേ നിന്റെ പാർട്ണർ ജയിലിൽ പോയത്. ഇതിങ്ങനെ പറഞ്ഞിട്ട് ഇവനിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അവനാണെങ്കിലോ ഈ ഒരു ജോലി വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെ അവനെ പിടിച്ചു നിർത്തുന്നു, ഇവരുടെ ഒപ്പം നിർത്തുന്നു. അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് ടെർബോ എന്ന് പറയുന്ന ഒരുത്തനെയാണ്. ഇവൻ വന്നിട്ട് ഒരു പ്രോപ്പർട്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ലീക്കും ടീംസിനും. ഇവർക്ക് വലിയൊരു സ്ഥലം വേണമെന്നൊക്കെ നമ്മുടെ ലീ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ടെർബോ വന്നിട്ട് ഈ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം വന്നിട്ട് ഭയങ്കര തള്ളലാണ്. ഈ ഒരു സ്ഥലത്തിന് ഇത്ര റെൻറ്റ് വരും, പിന്നെ എയർപോർട്ടിന് അടുത്താണ്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വൻ തള്ളലാണ്. പക്ഷേ ഈ ഒരു സ്ഥലം നമ്മുടെ ലീ നോക്കുമ്പോൾ ഇത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. എടാ ടെർബോ, നിനക്ക് 5ന്റെ കാശ് ഞാൻ തരില്ല. എടാ മണ്ട, ഇത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്, ഇതിന് ഞാൻ നിനക്ക് എങ്ങനെ പൈസ തരിക? സോ നമ്മുടെ ടെർബോ നല്ല രീതിക്ക് തന്നെ ചമ്മി പോകുന്നുണ്ട്. കാരണം ഒറ്റയടിക്ക് കുറേ പൈസ തട്ടാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു, അത് കയ്യിൽ നിന്ന് പോയി. ഇനിയാണ് നമ്മുടെ ലീയുടെ യഥാർത്ഥ പ്ലാനിനെ പറ്റിയിട്ട് അങ്ങ് പറയുന്നത്. അവൻ്റെ ലക്ഷ്യം അവിടുത്തെ ജ്വല്ലറി സ്ട്രീറ്റ് ആണ്. അതിനകത്ത് കുറേ ജ്വല്ലറികളുണ്ട്, അതിനകത്തൊക്കെ കുറേ ഡയമണ്ട്സും ഉണ്ട്. ഈ ഡയമണ്ട്സ് പൊക്കാനാണ് ഇവൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു ചെറിയൊരു സ്ട്രീറ്റാണ്, അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര പോലീസും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എവിടെയൊക്കെ ക്യാമറ ഉണ്ട്, എവിടെയൊക്കെ പോലീസുകാരുണ്ട്, എവിടെയാണ് പോലീസ് സ്റ്റേഷൻ, ഇതൊക്കെ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജോങ്ബിയും അതുപോലെ തന്നെ ഗുയിനും കൂടി ഇറങ്ങുന്നുണ്ട്. ശേഷം ഇതൊക്കെ നമ്മുടെ ലീക്ക് വന്നിട്ട് പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ ഈ ടൈമിൽ നമ്മുടെ ഗുയിൻ ചോദിക്കുകയാണ്, അല്ല നമ്മളിപ്പോൾ ഒരു ജ്വല്ലറി കയറി നോക്ക്, പക്ഷെ VIP റൂമിൽ എങ്ങനെ കയറും? ജ്വല്ലറിക്കാരെന്തായാലും പറ്റിച്ച് കയറാൻ പറ്റില്ല. സോ വാട്ട് ടു ഡു? പേടിക്കേണ്ട ഗുയിൻ, എൻ്റെ കയ്യിൽ പ്ലാൻ ഉണ്ട്. ഇതും പറഞ്ഞിട്ട് ഇവൻ നേരെ ചെല്ലുന്നത് നമ്മുടെ ഇയോണില്ലേ അവളുടെ അടുത്തോട്ടാ. ഇവളെ കണ്ടപാടി ഇവളുടെ കഴുത്തിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അവൻ. അങ്ങനെ ഇവള് ചോദിക്കുകയാണ്, അല്ല നീ ഇത് എങ്ങോട്ടാ നോക്കുന്നത്? അയ്യോ അതല്ല, ഞാൻ നോക്കിയതാ നെക്ലേസാ, അത് ഭയങ്കര സ്പെഷ്യലാണല്ലോ, അതെൻ്റെ അച്ഛൻ അമ്മ മരിച്ചപ്പോൾ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാ. നിനക്കതിൻ്റെ മതിപ്പ് എന്താണെന്ന് അറിയണ്ടേ, അതിൻ്റെ വില എന്താണെന്ന് അറിയണ്ടേ? ഇത് കേട്ടപാട് നമ്മുടെ യൂണിനൊരു കൗതുകം, ഇതിൻ്റെ വില എത്ര ആവും എന്നുള്ളത്. സോ ഈ ഒരു വില നോക്കാൻ വേണ്ടിയിട്ട് ഇവള് നമ്മുടെ ലീയുടെ കൂടെ ഇറങ്ങി തിരിക്കുന്നുണ്ട്. അങ്ങനെ ലീ ആദ്യം ഒരു ജ്വല്ലറി കയറുന്നുണ്ട്, അവിടെ ഇതിനെ പറ്റിയിട്ടുള്ള വില ചോദിക്കുന്നുണ്ട്. ഈ വില ചോദിക്കുന്ന സമയത്ത് തന്നെ ഇവനൊരു സ്യൂട്ട് കേസ് എടുത്തിട്ട് മെല്ലെ സോഫയുടെ അടിയിലോട്ട് അങ്ങ് തള്ളുന്നുണ്ട്. സോ അതിനകത്ത് എന്തോ ഉണ്ട്, എന്താ അറിയില്ല, നമുക്ക് കണ്ടു നോക്കാം. അങ്ങനെ അവിടെ നിന്ന് അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത ജ്വല്ലറിയിലോട്ട് പോകുന്നുണ്ട്. ഇവരാണെങ്കിൽ ഈ ഒരു ഡയമണ്ടിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കാൻ, അതുമാത്രമല്ല കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ VIP റൂമിലോട്ടും ക്ഷണിക്കുന്നുണ്ട്. സോ ഇവൻ കാത്തിരുന്ന ഒരു VIP റൂം പുഷ്പം പോലെ അവൻ സാധിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ VIP റൂമിൽ കയറി അവിടെ എവിടെയൊക്കെ ക്യാമറ ഉണ്ട്, എവിടെയാണ് സേഫ് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒപ്പിയെടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ ലീ. ഇനി ഒരൊറ്റ കാര്യം കൂടിയുള്ളൂ, മോഷണം. അങ്ങനെ അവരവിടെ നിന്ന് തിരിച്ചു പോവാൻ. ഈ ടൈമിൽ നമ്മുടെ ലീ ഇയോണിനോട് പറയാണ്, ഇയോൺ ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, നീ എന്നെ എപ്പോഴും ട്രസ്റ്റ് ചെയ്തിരിക്കണം. ഇത് കേട്ടപാട് നമ്മുടെ ഇയോൺ ആണെങ്കിലോ ഇവനത് എന്തൊക്കെയാണ് പറയണമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്, വിശ്വസിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടാ. അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ ബോസ് ചോനെയാണ്. ചോ ആണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം വേറെ ഒന്നുമല്ല, അവൻ ഇലക്ഷനിൽ നിൽക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാക്കിയുള്ള പൊളിറ്റീഷ്യൻസ് ഒക്കെ ഇടപെട്ടിട്ട് ഇവൻ്റെ നോമിനേഷൻ തള്ളിയിട്ടുണ്ട്. സോ ആള് ഭയങ്കര ദേഷ്യത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചോ ഒരു കാര്യം ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവനെ ചതിച്ച് ഈ ഒരു പൊളിറ്റീഷ്യൻസിന്റെ കയ്യിൽ ഏകദേശം $150 മില്യൺ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയും അടിച്ചു മാറ്റണം. പക്ഷെ അത് അടിച്ചു മാറ്റാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം അത്രയും വലിയൊരു മോഷണം ചെയ്യാൻ പറ്റുന്ന ഒരു കള്ളന്മാരെ അവർക്ക് കിട്ടിയേ പറ്റുള്ളൂ. അതിന് ഈ ടൈമിൽ നമ്മുടെ ചോ പറയാണ്, എൻ്റെ പഴയ ഫ്രണ്ട് മിസ്റ്റർ O ഉണ്ടായിരുന്നെങ്കിൽ ഇത് പുഷ്പം പോലെ സാധിച്ചിരുന്നു. പക്ഷെ പറ്റില്ലല്ലോ, ആള് മരിച്ചില്ലേ. സോ ഇവിടെയുള്ള എല്ലാ മോഷ്ടാക്കളെയും നീ എൻ്റെ മുന്നിലെത്തിക്കണം. ഇത് കേട്ടപാട് ഇവൻ്റെ അസിസ്റ്റൻ്റ് ആണെങ്കിലോ അവിടെയുള്ള എല്ലാ കള്ളന്മാരും ഇവൻ്റെ ഫ്രണ്ടിലോട്ട് എത്തിക്കാൻ. ശേഷം ഒരു പ്രത്യേകതരം സേഫിലാണ് ഈ ഒരു പൈസ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അതേ മോഡലിലുള്ള ഒരു സേഫ് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്പൺ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു കള്ളന്മാർക്ക് പോലും ഇത് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. സോ നമ്മുടെ ചോയാണെങ്കിലോ ഈ ഓപ്പൺ ആക്കാൻ പറ്റാത്ത കള്ളന്മാരൊക്കെ അങ്ങ് കൊന്നു കളയാണ്. അങ്ങനെ ഇതേ സമയം തന്നെ നമ്മുടെ ലീനെ കാണിക്കുന്നുണ്ട്. ലീ ആണെങ്കിൽ ഫുൾ പ്ലാനിങ്ങിലാണ്, ഒരു ജ്വല്ലറി അടിച്ചു മാറ്റാനുള്ള ഒരു പ്ലാനിങ്ങിൽ. അതിന് അന്നിനായിട്ട് നമ്മുടെ ഗുയിൻ കുടിച്ച് ലെക്ക് കെട്ടി ഒരു ജ്വല്ലറിയുടെ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. പോകാമെന്ന് മാത്രമല്ല, ആ ജ്വല്ലറിയുടെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അടിച്ച പാട് അവിടെ ഇങ്ങനെ അലാമൊക്കെ അടിക്കുന്നുണ്ട്. ഈ അലാമാണെങ്കിലോ നമ്മുടെ പോലീസുകാർക്ക് പോകുന്നു. പോലീസുകാർ നേരെ ഒരു ജ്വല്ലറിലോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതേ സമയം തന്നെ നമ്മുടെ ഗുയിൻ അവിടെ ചെറിയൊരു ചിപ്പ് വെക്കുന്നുണ്ട്. സോ ഇത് ഇവരുടെ പ്ലാനിൻ്റെ ഭാഗമാണ്. അങ്ങനെ നമ്മുടെ ലീയും ഗുയിനും കൂടിയിട്ട് മറ്റൊരു സ്ഥലത്ത് മാസ്കൊക്കെ ഇട്ടിട്ട് ഫുൾ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ പോലീസുകാരാണെങ്കിൽ മറ്റേ അലാം കേട്ട ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ വന്നിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ ജോങ്ബി ആണെങ്കിലോ പുറത്ത് കാറിലിരുന്നിട്ട് അവൻ്റെ ക്യാമറയിൽ ഇതൊക്കെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇവനൊരു ഹാക്കറാണ്, എല്ലാ സെക്യൂരിറ്റി ക്യാമറയും ഇപ്പം ഹാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ അവൻ പറയാണ്, ഗുയിൻ പൊട്ടിച്ചോ. ഇത് കേട്ടപാട് നമ്മുടെ ഗുയിൻ ഒരു ബട്ടൺ അമർത്തുന്നുണ്ട്. ഇത് അമർത്തിയ പാട് അവൻ്റെ ഒരു സ്യൂട്ട് കേസ് ഉണ്ടല്ലോ, അവർ രാവിലെ വന്നിട്ട് ഈ ഒരു ജ്വല്ലറിയുടെ സോഫയുടെ അടി വെച്ചിട്ടുള്ള ഒരു സ്യൂട്ട് കേസ്, അതിൽ നിന്ന് ഇങ്ങനെ എന്തൊക്കെയോ ഒരു പുക ഇങ്ങനെ വരുന്നുണ്ട്. അത് മാത്രമല്ല ഗുയിൻ പിന്നെയും ഒരു ബട്ടൺ അങ്ങ് അമർത്തുന്നുണ്ട്. ഇത് അമർത്തിയ പാട് ഒരു ചില്ലിൽ വെച്ച മറ്റേ ഒരു ചിപ്പ് ഉണ്ടല്ലോ, ആ ഒരു ചിപ്പ് അങ്ങ് പൊട്ടിത്തെറിക്കുക. ഒരു ചില്ല് മൊത്തം അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നുണ്ട്. പിന്നെ പോരാത്തിനകത്ത പുക മൊത്തം പുറത്തോട്ട് വരുന്നുണ്ട്. സോ നമ്മുടെ പോലീസുകാർ മൊത്തം ഈ ഒരു ജ്വല്ലറിക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കേ.
ഇതേ സമയം തന്നെ നമ്മുടെ ലീ രണ്ടാമത് പോയ ജ്വല്ലറി ഉണ്ടല്ലോ, VIP റൂമിൽ കയറിയ ജ്വല്ലറി, ആ ജ്വല്ലറിയിലോട്ടാണ് ഇവർ പോകുന്നത്. സോ നമ്മുടെ പോലീസുകാരെ ശ്രദ്ധ മൊത്തം തെറ്റിച്ചിട്ടുണ്ട്, ഇവന്മാർ ജ്വല്ലറിയിലും കയറിയിട്ടുണ്ട്. അങ്ങനെ ലോക്കർ കാണുന്നു, ഡ്രിൽ ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷെ ഇവർ അറിയാത്തൊരു സംഭവം ഉണ്ടായിരുന്നു, ആ ജ്വല്ലറി സൗണ്ട് പ്രൂഫ് ഉള്ളതല്ല. സോ പിന്നെ പറയണ്ടല്ലോ, ഡ്രില്ലിംഗ് സൗണ്ട് മൊത്തം പുറത്തോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ പോലീസുകാരാണെങ്കിലോ ഇത് എന്താ നോക്കാൻ വേണ്ടിയിട്ട് അവർ ജ്വല്ലറിയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. ഇത് കണ്ടപാട് നമ്മുടെ ജോങ്ബിയാണ് ഈ വേഗം വിളിച്ച് കാര്യം പറയുന്നുണ്ട്. ഇത് കേട്ടപാട് നമ്മുടെ ഗോയും പറയുന്നുണ്ട്, വാലി നമുക്ക് പോവാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ? ലീ രണ്ടും കൽപ്പിച്ചിട്ടാ അവനക്ക് എങ്ങനെയും ഈ ഒരു ഡയമണ്ട് അടിച്ച് മാറ്റിയേ പറ്റുള്ളൂ. അവനൊരു പണിക്ക് ഇറങ്ങിയ അത് 100% പൂർത്തിയാക്കേണ്ട അവൻ പുറത്തിറങ്ങില്ല. ഗുയിൻ, ഇത് അടിച്ചു മാറ്റാണ്ട് ഞാൻ പുറത്തേക്ക് വരില്ല. സോ എനിക്ക് കുറച്ച് ടൈം വേണം, അത് നീ ഉണ്ടാക്കി തരണം. ഇത് കേട്ടപാടെ നമ്മുടെ ഗുയിൻ ബാക്ക് ഡോർ വഴി പുറത്തു വരുന്നു. ഒരു കാറിന്റെ ചില്ലങ്ങ് പൊട്ടിക്കുന്നു. ഈ കാറാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ അലാം അടിക്കാൻ തുടങ്ങേ. ഇത് കേട്ടപാട് മറ്റേ ഡ്രില്ലിംഗ് സൗണ്ട് കേട്ടുപോയ പോലീസുകാരുണ്ടല്ലോ, അവർ ഈ ഒരു കാറിന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. ഈ സമയം നോക്കിയിട്ട് നമ്മുടെ ഗോയും പോയിട്ട് അവന്റെ കാറിൽ കയറുന്നു. അവൻ സേഫ് ആവുന്നു. അത് മാത്രമല്ല, ലീ ലോക്കർ തുറക്കുന്നു, ഡയമണ്ട് അടിച്ചു മാറ്റുന്നു, കാറിൽ കയറുന്നു, രക്ഷപ്പെടുന്നു. ഫിംഗർ പ്രിന്റോ ഒക്കെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. സോ മൊത്തം സേഫാണ്. ഒരു കിടില മോഷണം നടത്തി. പക്ഷെ ഇവന്മാർ അറിയാത്തൊരു സംഭവം ഉണ്ട്. ഇവന്മാർ കയറിയിട്ടുള്ള ഈ ഒരു ജ്വല്ലറി ഉണ്ടല്ലോ, അത് നമ്മുടെ ചോയുടെ ജ്വല്ലറിയാണ്. അങ്ങനെ മോഷണം നടന്ന കാര്യം നമ്മുടെ ചോ അറിയുന്നുണ്ട്. അങ്ങനെ ചോ അവന്റെ അസിസ്റ്റന്റിനോട് പറയാണ്, ഇവന്മാരെ കണ്ടില്ലേ, 5 മിനിറ്റിനുള്ള നമ്മുടെ M സീരീസ് സേഫ് ഇവന്മാർ ഓപ്പൺ ആക്കിയത്. ഇവന്മാരെയാണ് എനിക്ക് വേണ്ടത്. ഇവന്മാർ കട്ടുകൊണ്ട് പോയത് റയർ ഡയമണ്ട്സാ. സോ അത് വിൽക്കണമെങ്കിൽ ബ്രോക്കേഴ്സ് വഴിയേ പറ്റുള്ളൂ. സോ ആദ്യം ബ്രോക്കർമാരെ പിടിക്കുക, അവന്മാർ വഴി ഇവന്മാരെ നമുക്ക് പിടിക്കാം. ഇത് കേട്ടപാടുവന്റെ വിശ്വസ്തനായ അസിസ്റ്റന്റ് ആണെങ്കിലോ നാട്ടിലുള്ള എല്ലാ ബ്രോക്കർമാരും പിടിച്ചിട്ട് ഇങ്ങനെ പഞ്ഞിക്കിട്ടോണ്ടിരിക്കുക. അങ്ങനെ ഈ ടൈമിലാണ് അവിടുത്തെ ഡിറ്റക്റ്റീവിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് പല കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഒന്നാമത് ഈ ഒരു ബ്രോക്കേഴ്സിനെ കാണാണ്ട് പോകുന്ന കാര്യം, പിന്നെ പോരാത്തിന് ഈ ഒരു സ്റ്റോർ ഓൺ ചെയ്തിട്ടുള്ളത് നമ്മുടെ ചോയാണ്. സോ ഇത് മൊത്തത്തിൽ നമ്മുടെ ചോയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇവനാണ് നമ്മുടെ ചോനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുക, എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ ടർബോനെയാണ്. ടർബോ ഒരു ബ്രോക്കറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഈ ഒരു ഡയമണ്ട് ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ ചോടെ അസിസ്റ്റന്റ് നിൽപ്പുണ്ട്. ഇത് നമ്മുടെ ടർബോനെ അറിയില്ല. ടർബോ പുറത്ത് പോയ പാടന്നെ നമ്മുടെ ഈ ഒരു അസിസ്റ്റന്റ് ഇവനെ അങ്ങ് ഫോളോ ചെയ്യാൻ. അങ്ങനെ നമ്മുടെ അസിസ്റ്റന്റ് ചെന്നെത്തുന്നത് മറ്റേ ഗവൺമെന്റ് പ്രോപ്പർട്ടിയിലാണ്. അവിടെ വെച്ചിട്ടാണ് ഇവന്മാർ മൊത്തം പ്ലാനിങ്ങും നടത്തിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ലീയും ടീമും. അങ്ങനെ അവിടെ വെച്ചിട്ട് എല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്നുണ്ട് അവൻ. അത് മാത്രമല്ല നമ്മുടെ ലീ നമ്മുടെ ഇയോണിനെ കാണാൻ പോകുന്നുണ്ട്. ഇതറിഞ്ഞപാട് നമ്മുടെ അസിസ്റ്റന്റ് ആണെങ്കിലോ ഇയോന്റെ ഫോട്ടോ കൂടി എടുത്ത് വെക്കുന്നുണ്ട്. ഇയോണാണെങ്കിലോ ഇതിലൊന്നും പെടാത്ത ഒരാളാണ്, അവളെ കൂടി ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട്. അതിന് ഈ ഫോട്ടോസൊക്കെ നമ്മുടെ ചോക്ക് കാണിച്ചു കൊടുക്കാൻ. ഫോട്ടോസ് മാത്രമല്ല ഇവന്മാരെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എടുത്തിട്ടുണ്ട്. ഒരുത്തൻ ഹാക്കർ, ഒരുത്തൻ എഞ്ചിനീയർ, ഇതിലൊന്നും പെടാത്ത ആളാണ് നമ്മുടെ ലീ. സോ സേഫ് ഓപ്പൺ ആക്കിയിട്ടുണ്ടാവുക നമ്മുടെ ലീ തന്നെയാവും. ഇത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ചോക്ക് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഇയോന്റെ ഫോട്ടോ കണ്ടപാട് നമ്മുടെ ചോരി കാര്യം പറയുന്നുണ്ട്, ഇവളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടെയാണെന്നുള്ളത് എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ നമ്മുടെ ചോയും ടീംസും നമ്മുടെ ലീയുടെ പ്രോപ്പർട്ടിയിൽ എത്തിയിട്ടുണ്ട്. ഇവന്മാരൊക്കെ പിടിച്ചു വെക്കുക. അത് മാത്രമല്ല അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു സെക്യൂരിറ്റി ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്. ഫുട്ടേജ് വേറെ ഒന്നല്ല, നമ്മുടെ ലീ മറ്റേ ലോക്കർ തുറക്കുന്ന ഒരു ഫുട്ടേജ് ആണ്. അങ്ങനെ രാത്രിയായി. ലീ അങ്ങോട്ടേക്ക് എത്തി. ലീ അങ്ങോട്ട് എത്തിയപ്പോഴാണെങ്കിലും അവിടെ ആരും കാണാനില്ല, മറിച്ച് കുറെ കാറുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് കണ്ടപാട് നമ്മുടെ ലീക്ക് എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട്. അവൻ വടിയെടുക്കുന്നു, അകത്ത് കയറുന്നു. എന്നാൽ അവന്റെ ഫ്രണ്ടില് കുറെ ഗുണ്ടകളാണ്. അങ്ങനെ അവരായിട്ട് അവനിങ്ങനെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അധികം നേരം അവനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പോരാത്തിന് മറ്റേ അസിസ്റ്റന്റ് ഉണ്ടല്ലോ, അവൻ കുറച്ച് പെശക. അവൻ വന്നിട്ട് നമ്മുടെ ലീക്കിട്ട് 4 പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ ലീനെ ഇവർ പിടിച്ചു വെക്കുക. അങ്ങനെ നമ്മുടെ ചോ പറയാണ്, ലീ നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു വർക്ക് ചെയ്യണം. എന്നാൽ നമ്മുടെ ലീ ആണെങ്കിലോ ഇതിന് സമ്മതിക്കുന്നൊന്നുമില്ല. സോ പിന്നെ നമ്മുടെ ചോ വെറുതെ ഇരിക്കുമോ, ഇവന്മാരെ പിടിച്ചിട്ട് ഒരു കേജിനകത്ത് പൂട്ടിയിടുന്നുണ്ട്. അങ്ങനെ കുറേ ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഗുയിൻ പറയാണ്, ലീ എന്ത് വന്നാലും വേണ്ടില്ല, ഈ വർക്ക് നമ്മൾ ചെയ്യുന്നില്ല, ഇത് അപകടമാണ്. കാരണം നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ആ ചോടപ്പാ, അതുകൊണ്ട് ഇത് നമുക്ക് വേണ്ട. ഇത് കേട്ടപാട് നമ്മുടെ ലീ ഇതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കേജ് തുറന്നു. പിന്നെ നമ്മുടെ ചോ വന്നിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷെ എത്ര പറഞ്ഞിട്ട് നമ്മുടെ ലീയും ടീംസ് ആണെങ്കിലും ഇതിന് സമ്മതിക്കുന്നൊന്നുമില്ല. ഈ ടൈമിലാണ് നമ്മുടെ ചോ കുറച്ച് ഫോട്ടോസ് അങ്ങ് നിരത്തി വെക്കുന്നത്. നമ്മുടെ ജോങ്ബിയുടെയും അതുപോലെ തന്നെ ഗുയിൻ്റെ ഫാമിലിയുടെ ഫോട്ടോസാണ്. അവരെയൊക്കെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചോ. അത് മാത്രമല്ല ഇതിലൊന്നും പെടാത്ത നമ്മുടെ ഇയോന്റെ ഫോട്ടോ കൂടി അവിടെ വെക്കുന്നുണ്ട്. ഇത് കണ്ടപാട് നമ്മുടെ ലീക്കാണെങ്കിലോ ആകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അവനങ്ങ് സമ്മതിക്കേ. ചോ സമ്മതിച്ചു, പക്ഷെ നിന്റെ ബിസിനസ് എന്താന്നുള്ളത് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, അതിനെക്കുറിച്ച് പറ. ഇവിടെ അടുത്തുള്ള ഒരു കസ്റ്റംസിൽ കുറച്ച് പൈസ ഇരിപ്പുണ്ട്, ഏകദേശം $150 മില്യൺ. അത് നീയൊക്കെ അടിച്ചു മാറ്റണം. കിട്ടുന്നതിൻ്റെ 5% കമ്മീഷൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടും. പിന്നെ പോരാത്തിന് നീയൊക്കെ അടിച്ചു മാറ്റിയ ഒരു ഡയമണ്ട്സ് ഉണ്ടല്ലോ, അതും നീ അങ്ങ് എടുത്തോ. ഇത് കേട്ടപാട് നമ്മുടെ ലീ ഒരു ഡീലിന് ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരവിടുന്ന് തിരിച്ചു പോവാൻ. ഈ ടൈമിൽ നമ്മുടെ ചോ അവൻ്റെ അസിസ്റ്റന്റിനോട് പറയാണ്, ആ ലീയുടെ മുകളിൽ ഒരു കണ്ണ് വേണം, അവനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ പോലീസുകാർക്ക് ഒരു ഫുട്ടേജ് കിട്ടുന്നത്. സംഭവം വേറെ ഒന്നല്ല, മോഷ്ടിക്കുന്നതിന് മുമ്പ് നമ്മുടെ ലീ മറ്റേ സ്യൂട്ട് കേസ് എടുത്തിട്ട് ഒരു ജ്വല്ലറി കയറിയിട്ടുണ്ടായിരുന്നു. ആ ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ സ്യൂട്ട് കേസ് ഇല്ല. പിന്നെ പോരാത്തതിന് ഇതേ സെയിം സ്യൂട്ട് കേസ് തന്നെ നമ്മുടെ പോലീസുകാർ ജ്വല്ലറിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇവർക്ക് മനസ്സിലായി ആള് നമ്മുടെ ലീ തന്നെയാണെന്നുള്ളത്. അങ്ങനെ അടുത്ത സീനെ കാണിക്കുന്നത് നമ്മുടെ ലീനൻ ടീംസിനാണ്. ഇവർ ഫുൾ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്.
ഈച്ചിയോൺ കസ്റ്റംസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു പൈസ കെടുപ്പുള്ളത്. പക്ഷേ ഈ ഒരു പൈസ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല. കാരണം കൊറിയയിലെ തന്നെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് നടക്കുന്ന ഒരു സ്ഥലമാണിത്. സോ അതിനനുസരിച്ചിട്ടുള്ള ടൈറ്റ് സെക്യൂരിറ്റിയാണ് അവിടെ. ആ ഒരു സെക്യൂരിറ്റീസിനൊക്കെ മറികടന്നിട്ട് വേണം ഇവർക്ക് ഈ ഒരു പൈസ എടുക്കാൻ. അത് മാത്രമല്ല, ഈ പൈസ ഇരിക്കുന്നത് ഒരു ലോക്കറിനകത്താണ്. ഈ ലോക്കർ തുറക്കുക എന്ന് പറഞ്ഞാൽ വൻ വിഷയമാണ്. ഇസ്രായേലിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ലോക്കറൊക്കെയാണിത്. അത് മാത്രമല്ല, ഇതിന് കാവല് നിൽക്കുന്നത് 2 സെക്യൂരിറ്റി ഗാർഡ്സാണ്. ഇനിയിപ്പോൾ അവരടിച്ചിട്ട് ഉള്ളിൽ കയറി കഴിഞ്ഞാലും ഏകദേശം 10 മിനിറ്റിനുള്ളിൽ എമർജൻസി സ്ക്വാഡ് എന്തായാലും അവിടെ എത്തും. സോ ഒരു 10 മിനിറ്റിനുള്ളിൽ ഈ ഒരു ലോക്കർ തുറക്കണം, പൈസ എടുക്കണം. സോ ഇറ്റ്സ് ഇമ്പോസിബിൾ. ഇനിയിപ്പോൾ അതും മറികടന്നിട്ട് ഇവർ പൈസ എടുത്തെന്ന് വിചാരിക്കും. പക്ഷെ അപ്പോഴുണ്ട് മറ്റൊരു പ്രശ്നം. ടോട്ടൽ 150 മില്യൺ ഉണ്ട്. അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 3 ടൺ വരും. ഈ 3 ടൺ ഇനി കൊണ്ടുപോയാൽ തന്നെ ചെക്ക് പോയിന്റിൽ ഇവരെ ചെക്ക് ചെയ്യും, എന്തായാലും പിടിക്കപ്പെടും. സോ ഇതൊക്കെ കബളിപ്പിച്ചിട്ട് വേണം ഇവർക്ക് അങ്ങ് മുന്നോട്ട് നീങ്ങാൻ. അങ്ങനെ ഈ ടൈമിൽ നമ്മുടെ ചോ പറയാണ്, അതിന് നിങ്ങൾ പേടിക്കണ്ട, എൻ്റെ കയ്യിൽ കുറച്ച് കൂപ്പൺസ് ഉണ്ട്. ഈ കൂപ്പൺസ് നമ്മുടെ പൈസയുടെ മുകളിൽ ഇങ്ങനെ അട്ടിക്കട്ടിക്കായിട്ട് വെക്കും. അത് വെച്ചിട്ട് നമുക്ക് ചെക്ക് പോയിന്റ് ഈസി ആയിട്ട് കവർ ചെയ്യാം. അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു ഫുൾ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അവർക്ക് അകത്ത് കയറാൻ പറ്റിയ ID കാർഡ്സ്, അതുപോലെ തന്നെ അതിൻ്റെ മാപ്പ്, ബ്ലൂ പ്രിൻറ്റ്സ് എല്ലാം ഒപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ചോട ആൾക്കാർ. പിന്നെ ഒരു പൈസ എടുത്തു കഴിഞ്ഞാൽ ആരും അവരെ ചോദ്യം ചെയ്യാനൊന്നും വരില്ല. കാരണം അത് കൈക്കൂലി തുകയാണ്. അതുകൊണ്ട് തന്നെ അത് ഇല്ലീഗലാണ്. അത് അടിച്ച് മാറ്റിയാൽ യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ നൈറ്റായി. ഈ ടൈമിൽ നമ്മുടെ നമ്മുടെ ജോങ്ബിനെ വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ജോങ്ബിനോട് കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്. ജോങ്ബി, നിന്റെ പാസ്റ്റൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. കൂടെ നിന്നവനെ ചതിച്ചിട്ടുള്ളവനാണ് നീ. ബേസിക്കലി നിന്റെ പോലെ പിന്നീന്ന് ഊത്തുന്ന ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നീ എൻ്റെ കൂടെ നിൽക്ക്, ആ ലീനെ ചതിക്കാൻ നോക്ക്. ഇനി മുതൽ ലീ എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു, എന്ത് പ്ലാൻ ചെയ്യുന്നു എല്ലാം എനിക്കറിയണം. ഇതും പറഞ്ഞിട്ട് കുറെ പൈസ അങ്ങ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ജോങ്ബിക്ക്. നമ്മുടെ ജോങ്ബി ആണെങ്കിലോ ഇതിൽ വീഴുന്നുണ്ട്, ഇവനെ സഹായിക്കാൻ നിൽക്കുന്നുണ്ട്. സോ നമ്മുടെ ജോങ്ബി ഒരു ചതിയനാണ്. അവന്റെ ചതി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ലീനെ കാണിക്കുന്നുണ്ട്. ലീ ആണെങ്കിൽ അവന്റെ പഴയ കഥകളൊക്കെ ആലോചിച്ചിരിക്കുക. പിന്നെ പോരാത്തതിന് മിസ്റ്റർ ഒ എന്ന് പറയുന്ന ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇതേ മിസ്റ്റർ ഒനെ പറ്റിയിട്ട് നമ്മുടെ ചോ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മിസ്റ്റർ ഒന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ഒരു മോഷണം എനിക്ക് സിമ്പിളായിട്ട് നടത്താം. ഇക്കാര്യം അവൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചോ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതാണ്. ഇതേ മിസ്റ്റർ ഓനെ തന്നെയാണ് നമ്മുടെ ലീ ഇവിടെ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം ഈ ചോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്നും ഏതാണെന്നും നമുക്ക് കണ്ടു തന്നെ അറിയാം. അത് മാത്രമല്ല, ഈ മിസ്റ്റർ ഓയും അതുപോലെ തന്നെ നമ്മുടെ ലീയും തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി നമ്മുടെ ലീ നമ്മുടെ ഇയോണിനെ കാണാൻ പോകുന്നുണ്ട്. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ടേക്ക് നമ്മുടെ പോലീസ് വരുന്നതും നമ്മുടെ ലീനെ അങ്ങ് കൊണ്ടുപോകുന്നതും. കാരണം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, മറ്റേ സ്യൂട്ട് കേസ്. എന്നത് കണ്ടപാട് നമ്മുടെ ഇയോണിന് ഭയങ്കരമായിട്ട് മൂഡ് പോകുന്നുണ്ട്. കാരണം അവൾക്ക് അത്രയും വിശ്വാസമായിരുന്നു നമ്മുടെ ലീനെ. അങ്ങനെ നമ്മുടെ ലീനെ പോലീസുകാർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയെ. പക്ഷെ നമ്മുടെ ലീ ആണെങ്കിലോ ഒന്നുകൂടെ പറയുന്നില്ല. സാറേ, ഞാൻ മാന്യനായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ പേരിൽ ഇന്നവരെ ഒരു പോലീസ് കേസ് ഉണ്ടായിട്ടില്ല. എന്നെയാണ് നിങ്ങൾ മനഃപൂർവ്വം കരിവാരി തേക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ മുകളിലോട്ട് കംപ്ലൈൻറ്റ് ചെയ്യും, പിന്നെ സാറിനെ തൊപ്പി തെറിക്കും. ഇത് കേട്ടപാട് നമ്മുടെ പോലീസുകാരാണെങ്കിലോ നൈസായിട്ട് പേടിക്കുന്നുണ്ട്. ഇവനെ വെറുതെ വിടുന്നുണ്ട്. കാരണം അവർക്കതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല അവിടെ. അങ്ങനെ നമ്മുടെ ലീ വീട്ടിലെത്തി. അവൻ നമ്മുടെ ഇയോണിന് ഫോൺ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇയോണാണെങ്കിലോ ഇവിടെ കട്ട് ചെയ്യാൻ. ഇതിന് കാരണം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, നമ്മുടെ ലീയോടുള്ള വിശ്വാസം അവൾക്ക് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ ലീ അവൻ്റെ പേഴ്സിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നത്. അതിനകത്താണെങ്കിൽ നമ്മുടെ മിസ്റ്റർ ഓടെ ഫോട്ടോയുണ്ട്. അതുപോലെ തന്നെ മിസ്റ്റർ ഓടെ കൂടെ തന്നെ മിസ്റ്റർ ഓടെ മകളുണ്ട്. സംഭവം എന്താണെന്ന് പിടികിട്ടി കാണുമല്ലോ. നമ്മുടെ മിസ്റ്റർ ഓടെ മകളാണ് നമ്മുടെ ഇയോണ്. അതിപ്പോഴാണ് നമുക്ക് റിവീൽ ആവുന്നത്. അങ്ങനെ നമ്മുടെ ലീ ഫോൺ എടുക്കുന്നു, ചോക്ക് ഫോൺ ചെയ്യുന്നു. ചോ, എല്ലാം റെഡി ആയിട്ടുണ്ട്, പ്ലാനൊക്കെ സെറ്റാ. ഈ ഒരു ടൈമിലാണ് അവൻ്റെ റൂമിലത്തെ ഒരു പ്ലാൻസ് മൊത്തം നമുക്കങ്ങ് കാണിച്ചു തരുന്നത്. ആ ഒരു റൂം മൊത്തം പ്ലാൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അവൻ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ മിസ്റ്റർ ചോ ലീനെ കാണാൻ എത്തിയിട്ടുണ്ട്. പക്ഷെ ഹോട്ടലിൽ മൊത്തം പോലീസാണ്. ഇത് കണ്ടപാട് നമ്മുടെ ചോ വേറൊരു വഴി കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അതുമാത്രമല്ല, ഇറങ്ങുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട് ലീനെ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരാൻ. സോ അസിസ്റ്റന്റ് റൂമിൽ പോകുന്നു, നമ്മുടെ ലീയുടെ കൊങ്ങക്ക് കയറി പിടിക്കുന്നു. എന്താണ് അവിടെ പോലീസ്? നിനക്കെന്താ പേടിയുണ്ടോ? അതാ ജ്വല്ലറി കേസ് അന്വേഷിക്കാൻ വന്നതാ. എന്താണെങ്കിലും ശരി, ഇവിടുത്തെ ഒരു തെളിവ് പോലും അവശേഷിക്കാൻ പാടില്ല. നീ എത്ര പെട്ടെന്ന് പുറത്തിറങ്ങ്, നമുക്ക് എത്ര പെട്ടെന്ന് പോകണം. ഇതും പറഞ്ഞിട്ട് അവന്മാർ തെളിവുകൾ മൊത്തം നശിപ്പിക്കുന്നുണ്ട്. കാരണം ഇതങ്ങനെ നമ്മുടെ പോലീസുകാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർന്ന്. അവന്മാരാണെങ്കിൽ നമ്മുടെ ചോയും ലീയും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടാക്കാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ പോലീസുകാർ റൂമിലെത്തി. പക്ഷെ പോലീസുകാർ റൂമിലെത്തിയ പാടന്നെ ഇവന്മാർ പുറത്ത് കിടക്കുന്നു. മറ്റൊരു വഴിയിലൂടെ പുറത്തിറങ്ങുന്നു. നമ്മുടെ ചോട കാറി കയറുന്നു, രക്ഷപ്പെടുന്നു. പോലീസുകാരാണെങ്കിൽ റൂം മൊത്തം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു തെളിവ് പോലും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സീക്രട്ട് ഡോർ നമ്മുടെ പോലീസുകാർ കണ്ടെത്തുന്നത്. അതപ്പം തന്നെ ചവിട്ടി പൊളിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ കസ്റ്റംസിന്റെ ഫുള്ള് ഫോട്ടോസാണ്. ആ ഒരു സ്ഥലത്തിന്റെ പ്ലാന്, ബ്ലൂ പ്രിന്റ്, ഫോട്ടോസ് എല്ലാം അവിടെ ഉണ്ട്. അത് മാത്രമല്ല, എന്നാണ് ഇത് കൊള്ളടിക്കാൻ പോകുന്നതിന്റെ ഡേറ്റും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ ലീക്ക് പറ്റിയ ഒരു മണ്ടത്തരം കൊണ്ട് എല്ലാവരും കുടുങ്ങാൻ പോവുക. അങ്ങനെ ഇതിന്റെ ഇടയിൽ നമ്മുടെ ചോദിക്കുകയാണ്, അല്ലലീ എന്താ പ്ലാൻ? നമ്മൾ കസ്റ്റംസിനകത്ത് ഒരു ബോംബ് പൊട്ടിക്കാൻ പോവുക. അങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ ഓഫീസർമാരും ശ്രദ്ധ അതിൻ്റെ മുകളിലാവും. ആ ഒരു തക്കം നോക്കി നമ്മളവിടെ കൊള്ളടിക്കും. അല്ല, നമ്മളെങ്ങനെ ബോംബ് കയറ്റാൻ പോകുന്നത്? സിമ്പിൾ. നമ്മളിന്ന് കസ്റ്റംസിലോട്ടൊരു ഫാക്സ് അയക്കും. എൻവിയോൺമെൻറ്റൽ ഓഫീസേഴ്സായ നമ്മൾ അവിടുത്തെ വാട്ടർ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്.
സോ എൻവയോൺമെന്റൽ ഓഫീസേഴ്സ് ആണ്, അവർക്ക് തടയാൻ പറ്റില്ല, അവർ നമുക്ക് തുറന്നു തരും. അതുമാത്രമല്ല ഈ ഒരു ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ ഭയങ്കര വലിയൊരു അലാം ഉണ്ടാവും. ആ ഒരു അലാം സൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കതൊരു ബെനിഫിറ്റാണ്. കാരണം ഈ ഒരു അലാം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെക്യൂരിറ്റി ക്യാമറാസ് ഒന്നും അവിടെ വർക്ക് ചെയ്യത്തില്ല. പക്ഷെ ആ ഒരു അലാം കുറച്ച് നേരം നിൽക്കുള്ളൂ. അത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഈ ബോംബ് വെക്കുന്നതിൻ്റെ ഒപ്പം അവിടുത്തെ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നമ്മളൊരു സാധനം ഇൻസേർട്ട് ചെയ്ത് വെക്കണം. പിന്നെ ബാക്കി നമ്മുടെ ജോംബിയുടെ കയ്യിലാണ്. അങ്ങനെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 40 മിനിറ്റ് സമയമുണ്ട്. അതിനകത്ത് ഒരു 150 മില്യൺ നമ്മൾ കൈക്കലാക്കണം. ഇതാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോംബാണെങ്കിലും ശരി, ഒരു ചിപ്പാണെങ്കിലും ശരി, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് അന്നേറ്റ് നമ്മുടെ ഗുയിനോട് നമ്മുടെ ലീ ഒരു കാര്യം പറയുന്നുണ്ട്. ഗുയിൻ, നമ്മളിതെല്ലാം ചെയ്തു കഴിഞ്ഞാലും ആ ചോ നമ്മളെ വെറുതെ വിടുമോ? എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനൊരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചോക്കിട്ട് നല്ല പണിയും കൊടുക്കുക, പൈസ മൊത്തം നമുക്ക് അങ്ങ് തട്ടുകയും ചെയ്യാം. പക്ഷെ ഇതൊക്കെ നമ്മുടെ ജോംബി കേട്ടോണ്ടിരിക്കുക. കാരണം എല്ലാ സ്ഥലത്തും അവൻ മൈക്ക് വെച്ചിട്ടുണ്ട്. കാരണം ഇവർ പറയുന്നത് അപ്പം തന്നെ നമ്മുടെ ചോട ചെവിട്ടിലെത്തണം. അതിന് വേണ്ടിയിട്ടാണിത്. അങ്ങനെ അന്നിനായിട്ട് നമ്മുടെ ജോംബി നമ്മുടെ ചോനെ കാണുന്നു, എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അസിസ്റ്റന്റ് ഒരു ഫയലുമായിട്ട് വരുന്നത്. ഈ ഫയലാണെങ്കിലോ നമ്മുടെ ഇയോണിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഇത് കണ്ടപാട് നമ്മുടെ ചോ പറയാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവളെ ഞാൻ മുമ്പേ അറിയുന്നുള്ളത്, ഇത് മിസ്റ്റർ റോയുടെ മകളാ. അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ ഇയോണാണ്. ഇയോണിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ലീ വരുന്നുണ്ട്. ലീ, നിങ്ങൾ ശരിക്കാരാ, നിങ്ങളെ ഇനി എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നിങ്ങൾ എന്നെ വെറുതെ വിട്ടേക്ക്. ഇത് കേട്ടപാട് നമ്മുടെ ലീ പറയാണ്, എന്നാൽ നീ ആരാണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. നീ ഓടെ മകളല്ലേ? നിന്റെ അച്ഛൻ വർക്ക് ചെയ്തിരുന്നത് ആ ചോക്ക് വേണ്ടിയിട്ടാ. ആ ചോ പറയുന്ന എല്ലാ നെറികെട്ട കളികളും നിന്റെ അച്ഛൻ കളിച്ചിരുന്നു. പക്ഷെ ഒരു ദിവസം നിന്റെ അച്ഛൻ എല്ലാം നിർത്താൻ തീരുമാനിച്ചു. അയാളൊരു നല്ല മനുഷ്യനാവാൻ തീരുമാനിച്ചു. പക്ഷേ അത് നമ്മുടെ ചോക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ചോ വന്നു അവനെ കൊന്നുകളഞ്ഞു. പക്ഷെ ചോ അറിയാത്തൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാനും നിന്റെ അച്ഛനും തമ്മിൽ ഭയങ്കര അടുപ്പമായിരുന്നു. നിന്റെ അച്ഛനെ കൊന്നതിനുള്ള പ്രതികാരമാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അത് ശരി, പ്രതികാരമാണല്ലേ? പക്ഷെ ഇത്രയും കാലം നിങ്ങൾ എന്നെ യൂസ് ചെയ്യായിരുന്നു നിങ്ങളുടെ ക്രൈമിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനി എന്നെ കാണരുത്, നിങ്ങൾ എനിക്കിപ്പോൾ വെറുപ്പാ. ഇതും പറഞ്ഞിട്ട് നമ്മുടെ ഇയോൺ അവിടെ നിന്ന് പോവാൻ. പക്ഷെ ഇയോൺ അറിയാണ്ട് അവളുടെ കാറിൽ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. സോ ഇയോണിനെ ബോധം കെടുത്തുന്നു. നമ്മുടെ ചോ ലീനെ വെച്ച അതേ കേജിൽ നമ്മുടെ ഇയോണിനെ പിടിച്ചു വെക്കുന്നു. ഇവിടെ നമ്മുടെ ലീ ചോക്കിട്ട് പണിയുമ്പോൾ ചോ അവിടെ ലീക്കിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മുടെ ലീ ആണെങ്കിലോ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ആ ദിവസം വന്നു, മോഷണത്തിന്റെ ദിവസം. ആദ്യം തന്നെ വരുന്നത് നമ്മുടെ മിസ്റ്റർ ചോയ. അവനൊരു ഫേക്ക് ID കാർഡ് കാണിക്കുന്നു, അകത്ത് കിടക്കുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ജോംബിയും വരുന്നുണ്ട്. ടെലിഫോൺ റിപ്പയർ ആണെന്ന് പറഞ്ഞിട്ട് അവനും അകത്ത് കയറുന്നുണ്ട്. അങ്ങനെ ചോ ഒരു സേഫ് പ്ലേസിൽ പോയി പാർക്ക് ചെയ്യുന്നു. ശേഷം അവന്റെ ഡാഷ്ബോർഡ് അങ്ങ് തുറക്കുക. അതിനകത്താണ് ഈ ഫുള്ള് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ആണ്. ഇത് സംഭവം വേറൊന്നിനും വേണ്ടിയിട്ടല്ല, നമ്മുടെ പോലീസുകാർ കോൺടാക്ട് ചെയ്താലും ശരി, അതുപോലെ തന്നെ ഇവിടുത്തെ ഓഫീസേഴ്സ് കോൺടാക്ട് ചെയ്താലും ശരി, അത് ആദ്യം വരുന്നത് നമ്മുടെ ചോടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലോട്ടാണ്. ഇവർക്ക് റിപ്ലൈ കൊടുക്കാനും പറ്റും, അതുപോലെ തന്നെ അതൊക്കെ കേൾക്കാനും പറ്റും. അങ്ങനെ നമ്മുടെ ജോംബി അവർ വെച്ച ഒരു ബോംബുണ്ടല്ലോ അതങ്ങ് ബ്ലാസ്റ്റ് ചെയ്യേ. ഇത് ബ്ലാസ്റ്റ് ചെയ്തപാട് അവിടുത്തെ ഓഫീസേഴ്സിന്റെ മൊത്തം ശ്രദ്ധ ഈ ഒരു ബ്ലാസ്റ്റിലോട്ട് അങ്ങ് മാറുക. അവിടുത്തെ ആളുകളൊക്കെ എന്നെ വിരളി പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുക. പിന്നെ പോരാത്തതിന് ഫയർഫോഴ്സും പോലീസും ഒക്കെ പുറപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു തക്കം നോക്കിയിട്ട് നമ്മുടെ ലിയോൺ ടീംസ് അങ്ങ് അകത്ത് കയറുക. അതുമാത്രമല്ല ഇവരകത്ത് കയറിയിട്ടുള്ളത് മറ്റേ കൂപ്പൺസ് എടുക്കാനെന്ന് പറഞ്ഞിട്ടാണ്. കാരണം ഈ ഒരു കൂപ്പൺസ് റെഗുലറായിട്ട് നമ്മുടെ ചോ ഇതേ കസ്റ്റംസിൽ തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇവരകത്ത് കയറുന്നു, കണ്ടെയ്നർ തുറക്കുന്നു, അതിനകത്ത് 3 മില്യൺ കൂപ്പൺ കത്തിച്ച് കളയുന്നു. ബാക്കി 3 ലക്ഷം കൂപ്പൺ അവർ അവിടെ തന്നെ വെക്കുന്നുണ്ട്. കാരണം ഈ ഒരു പൈസയുടെ മുകളിൽ വെച്ചിട്ട് വേണം ഈ ഒരു കൂപ്പൺസ് കൊണ്ടുവരാൻ, അതാണ് സേഫ്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ജോംബി അവിടുത്തെ എല്ലാ സെക്യൂരിറ്റി സിസ്റ്റംസ് അങ്ങോട്ട് ഹാക്ക് ചെയ്യാൻ. ഇനി അവർക്ക് ഇത് ഷട്ട് ഡൗൺ ചെയ്യണം, റീബൂട്ടും ചെയ്യണം. പക്ഷെ അതിനാണെങ്കിലും 40 മിനിറ്റ് സമയം വേണം. പിന്നെ പോരാത്തിന് ഇത് ഷട്ട് ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ മുകളിലുള്ള ഓഫീസേഴ്സ് ഉണ്ടല്ലോ അവർ പെർമിഷൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വിളിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കോള് നേരെ ഡൈവേർട്ട് ആക്കിയിട്ട് നമ്മുടെ ജോംബി കൊണ്ടുവരുന്നത് നമ്മുടെ ചോടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലോട്ടാ. നമ്മുടെ ചോ പറയുന്നു ഷട്ട് ഡൗൺ ചെയ്യാൻ. ഇവന്മാരാണെങ്കിലോ ഇതും കേട്ടിട്ട് ഷട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. സോ ഇനി ഇത് റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 40 മിനിറ്റ് കഴിയണം. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ വേണം ഈ ഒരു പൈസ അടിച്ചെടുക്കാൻ. അങ്ങനെ നമ്മുടെ ലിയോൺ ടീം സെക്ടർ 11 എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഈ ഒരു പൈസ ഉള്ളത്. പക്ഷെ അതിനകത്തോട്ട് കയറാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. കാരണം ഇവരുടെ ഫ്രണ്ടിൽ കുറച്ച് ഗാർഡ്സ് ഉണ്ട്. സോ ഇവരൊന്നും നോക്കിയില്ല, അവന്മാരെ അടിച്ചിടുന്നു. അവന്മാരെ വേഷം കെട്ടി അവിടെ ഗാർഡായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലിയോൺ ടീം അകത്ത് കയറിയിട്ടുണ്ട്. ഇനിയുള്ള ടാസ്ക്കാണ് യഥാർത്ഥ ടാസ്ക്. 10 മിനിറ്റ് ഉണ്ട്. അവർ 10 മിനിറ്റിനുള്ളിൽ ഈ ഒരു ലോക്കർ തുറക്കണം. അതത്ര എളുപ്പമുള്ള കാര്യമില്ല. പക്ഷെ നമ്മുടെ ലീ എങ്ങനെയൊക്കെയോ ശ്രമിച്ച് കറക്റ്റ് 9ാമത്തെ മിനിറ്റിൽ ഈ ഒരു ലോക്കർ അങ്ങ് തുറക്കാൻ. അതിനകത്തതാ നമ്മുടെ 150 മില്യൺ. ഇവരെല്ലാവരും ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുക. പിന്നെ ഈ 10 മിനിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 40 മിനിറ്റത്തെ ഒരു 10 മിനിറ്റ് മാത്രമാണ് കേട്ടോ. കാരണം ഈ ഒരു 10 മിനിറ്റാണ് ഈ ഒരു ലോക്കറിന് ഇവർ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒരു സമയം. അങ്ങനെ കുറച്ച് പൈസയായിട്ട് ഈ ഒരു ലോറിക്കകത്ത് കയറ്റുന്നു. നേരെ അവരുടെ ബോട്ട് ഉണ്ട്, ഈ ബോട്ടിലേക്ക് കൊടുക്കുന്നു. ഈ ബോട്ടാണെങ്കിലും മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഇത് അൺലോഡ് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുക. കാരണം ഒറ്റയടിക്ക് 150 മില്യൺ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമില്ല. അങ്ങനെ ലോറി പിന്നെയും പോകുന്നു, പൈസ എടുക്കുന്നു, പിന്നെയും തിരിച്ചു വരുന്നു. ഇതിങ്ങനെ ഒരു പ്രോസസ്സായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഡിറ്റക്റ്റീവും ടീംസും ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്. കാരണം അവർക്കറിയാം ഇന്നാണ് ഈ ഒരു മോഷണം നടത്താൻ പോകുന്നതെന്നുള്ളത്. അങ്ങനെ നമ്മുടെ പോലീസുകാർ സെക്ടർ 11 കടന്നിട്ടുണ്ട്. ഇതറിഞ്ഞപാട് നമ്മുടെ ലീ അവന്റെ ട്രക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സേഫ് ആക്കുന്നുണ്ട്.
അങ്ങനെ പോലീസുകാരൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നു, അവിടുന്ന് പോകുന്നു. അങ്ങനെ ഈ ഒരു തക്കം നോക്കി നമ്മുടെ ലീയും ടീംസും പുറത്തു വരുന്നു. ഈ ഒരു പൈസ മൊത്തം വാരിക്കൂട്ടുന്നു. ഈ ഒരു ട്രക്കുമായിട്ട് പുറത്തു പോകുന്നു. പക്ഷെ ഇവർക്കാണെങ്കിലോ ഈ ഒരു 40 മിനിറ്റ് ഒക്കെ കഴിയാനായിട്ടുണ്ട്. ജസ്റ്റ് 30 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ലീ ഇങ്ങനെ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പറപ്പിച്ച് വിടുന്നുണ്ട്. എങ്ങനെയൊക്കെയോ കറക്റ്റ് 30ാമത്തെ സെക്കൻഡിൽ ഇവരങ്ങ് ഗേറ്റ് കടന്ന് പുറത്ത് കിടക്കാൻ. അങ്ങനെ പതിവ് പ്രോസസ്സ് പോലെ തന്നെ നമ്മുടെ പൈസ മൊത്തം ബോട്ടിലോട്ട് മാറ്റുന്നുണ്ട്. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ടേക്ക് ഒരു പോലീസ് വണ്ടി വരുന്നത്. ഇവരാകെ പെട്ടിട്ടുണ്ട്. അതിന് ഈ ടൈമിൽ നമ്മുടെ ലീവ് പറയാണ്, നിങ്ങൾ വിട്ടോ, ഇത് ഞാൻ നോക്കിക്കോളാം. ഇതും പറഞ്ഞിട്ട് അവൻ അങ്ങ് ഓടാൻ ആരംഭിക്കേ. നമ്മുടെ പോലീസുകാരാണ് ഇവന്റെ പിന്നാലെ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ലീ അവന്റെ പ്ലാനേ വേറെ ആയിരുന്നു. അവൻ ഒളിച്ചിരിക്കാൻ, പോലീസുകാരൊക്കെ അവരുടെ പാട്ടിന് പോകുന്നുണ്ട്. ഈ ഒരു തക്കം നോക്കി അവൻ ഫുള്ള് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. അത് നമ്മളെ ചോക്കിട്ട് പണിയാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ ചോ ഇതെല്ലാം മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട്. അവൻ നമ്മുടെ ലീനങ്ങ് പിടികൂടെ അവന്റെ തലയിലോട്ട് ഇങ്ങനെ ഗണ്ണ് ചൂണ്ടി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എടാ ലീ, എനിക്ക് മുമ്പേ അറിയായിരുന്നു നീ എന്നെ ചതിക്കുന്നുള്ളത്. ആ ഓക്ക് വേണ്ടിയിട്ടല്ലേ നീ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മിസ്റ്റർ ഓനെ കൊന്നതിനുള്ള പ്രതികാരം അല്ലേ? പക്ഷെ നീ ഇപ്പോൾ ഒരു കാര്യം ഓർത്തോ, ആ ഓടെ മകള് എൻ്റെ കയ്യിലാ. ഇതും പറഞ്ഞിട്ട് ഒരു നെക്ലേസ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടപാട് നമ്മുടെ ലീ ആണെങ്കിലും ആകെ പെട്ട് നിൽക്കുന്നുണ്ട്. കാരണം അവളിപ്പോൾ ഇവന്റെ കസ്റ്റഡിയിലാ. ലീ, നിനക്ക് അവളെ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യണം. ഈ കാറിനകത്ത് ഒരു ബോംബുണ്ട്. അതുമായിട്ട് നീ നേരെ എക്സ്പ്ലോഷൻ സൈറ്റിലോട്ട് പോകണം. നമ്മൾ എവിടെയാണോ ബോംബ് പൊട്ടിച്ചത് അങ്ങോട്ടേക്ക് ഞാൻ പോലീസിനെ വിട്ടോളാം. അവന്മാർ നിന്നെ പിടിച്ചോളും. സോ ഇതോടുകൂടെ ഞാനിവിടെ സേഫ് ആവും. ആ ഒരു പെണ്ണിനെ ഞാൻ വെറുതെ വിട്ടോളാം. എന്താ ചെയ്യുന്നുണ്ടോ? ഇത് കേട്ടപാട് നമ്മുടെ ലീ ഇതിന് സമ്മതിക്കുകയാണ്. കാരണം അവന്റെ മുന്നിൽ വേറെ ഓപ്ഷൻസ് ഇല്ല. അവൻ കാർ എടുക്കുന്നു, പോകുന്നു. ഇവന്റെ പിന്നാലെയാണെങ്കിൽ ഒരു കൂട്ടം പോലീസ് ഉണ്ട്. ഈ പോലീസിനെ വിവരം അറിയിക്കുന്നതാണെങ്കിലോ നമ്മുടെ ചോയും. പിന്നെ നമ്മുടെ പോലീസുകാരായിട്ട് ഒരു വമ്പൻ ചേസാണ്. പക്ഷെ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. പോലീസുകാർ ഇവനെ അങ്ങ് ലോക്ക് ചെയ്യാൻ. പിന്നെ ഇവനെ ഒന്നും നോക്കിയില്ല. ഒരു ബോംബിന്റെ പെട്ടി എടുത്തിട്ട് അങ്ങ് വെള്ളത്തിലോട്ട് അങ്ങ് ചാടുക. പക്ഷെ ഇതേ സമയം തന്നെ ഒരു പോലീസുകാരൻ അവനെ അങ്ങ് ഷൂട്ട് ചെയ്യാൻ. അത് മാത്രമല്ല, ആ വെള്ളത്തിൽ കിടന്നിട്ട് ആ ഒരു ബോംബും അങ്ങ് പൊട്ടിത്തെറിക്കാൻ. ഇതൊക്കെ കാണുമ്പോൾ ഡിറ്റക്റ്റീവ് ചോദിക്കാണ്, ആരടാ വെടിവെച്ച്? പക്ഷെ ഒരു പോലീസുകാരൻ പോലും ഇവിടെ തൊള്ള തുറക്കുന്നില്ല. പിന്നെ ആരായിരിക്കും വെടിവെച്ചിട്ടുണ്ടാവുക? യാതൊരു ഐഡിയ ഇല്ല. എന്തായാലും ലീ ഇവിടെ പടമായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചോ ലീയുടെ മരണവാർത്ത അവൻ്റെ ടീമിനൊക്കെ അറിയിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ജോങ്ബിനെയും അതുപോലെ തന്നെ ഗുയിൻ്റെയും. ഗുയിനാണെങ്കിലോ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കുക. പക്ഷെ നമ്മുടെ ജോങ്ബി ആണെങ്കിലോ ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ, അപ്പം ലീ മരിച്ചു, അപ്പം ലീയുടെ ഷെയർ നമുക്കെടുക്കാല്ലേ. ഇത് കേട്ടപാട് നമ്മുടെ ഗുയിനങ്ങ് കയറി ചൂടാവേ. ഇതേ സമയം നമ്മുടെ ജോങ്ബി ഒരു കത്തിയെടുത്തിട്ട് അവനെ അങ്ങ് കുത്തി കൊല്ലുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജോങ്ബി അവൻ്റെ ചതി എന്ന ഒരു പരിപാടി നല്ല വൃത്തിക തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം അവസാനിച്ചു. പിറ്റേ ദിവസമായി. അങ്ങനെ 150 മില്യൺ നമ്മുടെ ചോക്ക് തന്നെ വന്ന് ചേർന്നിട്ടുണ്ട്. അവൻ വണ്ടിയുടെ വാതിലങ്ങ് തുറക്കാൻ ശേഷി ഒരു പൈസ നോക്കുന്നുണ്ട്. മുകളിലാണ് ഈ ഫുള്ള് കൂപ്പൺസാ. ഈ ഒരു കൂപ്പൺസൊക്കെ ഞാൻ മാറ്റി നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഒന്നാമത്തെ ട്വിസ്റ്റ് അവിടെ റിവീൽ ആവുന്നത്. അതിനകത്ത് പൈസ ഇല്ല, വെറും കൂപ്പൺസ് മാത്രമാണ്. നമ്മുടെ ജോങ്ബി ആണെങ്കിലും ശരി, അസിസ്റ്റൻ്റ് ആണെങ്കിലും ശരി, ചോയാണെങ്കിലും ശരി, ഇവിടെ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. പൈസ എവിടെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഈ ടൈമിലാണ് നമ്മുടെ ചോക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലീ ആണ്. എന്താണ് മിസ്റ്റർ ചോ, കണ്ടെയ്നറിനകത്ത് പൈസ ഇല്ലേ? എടാ ലീ, നീ നല്ല കുട്ടിയല്ലേ, ആ പൈസ എനിക്ക് തിരിച്ചാടാ. ഞാൻ ആ പെണ്ണിനെ വെറുതെ വിട്ടേക്കാം. ഏത് പെണ്ണ്? എന്ത് പെണ്ണ്? എനിക്ക് അവളെ ആവശ്യമൊന്നുമില്ല. നീ എന്ത് വേണേലും ചെയ്തോ, കൊല്ലേ വളർത്ത്, അതൊക്കെ നിന്റെ ഇഷ്ടം. എനിക്ക് അവളെ ആവശ്യമൊന്നുമില്ല. എൻ്റെ ആവശ്യം കഴിഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം, അങ്ങോട്ടേക്ക് കുറേ പോലീസുകാർ വരുന്നുണ്ട് നിന്നെ അറസ്റ്റ് ചെയ്യാൻ. പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ നീ അങ്ങ് പിടിച്ചു നിൽക്ക്. ഇത് കേട്ടപാട് നമ്മുടെ ചോട പിള്ളേര് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ഫുള്ള് ബേസ്ബോൾ ബാറ്റും വടിയും വാളൊക്കെ എടുത്തിട്ട്. ഇതേ സമയം നമ്മുടെ ചോയാണെങ്കിലോ ഒരു ചെറിയ വഴിയിലൂടെ ഇങ്ങനെ രക്ഷപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, അവനൊരു കാര്യം പറയുന്നുണ്ട്, ആ പെണ്ണിനെ അങ്ങ് കൊന്നു കളഞ്ഞേക്ക്. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ രണ്ടാമത്തെ ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. എങ്ങനെയാണ് പോലീസുകാർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇത് സംഭവം വേറൊന്നുമില്ല, നമ്മുടെ പോലീസുകാർക്ക് കുറച്ച് റെക്കോർഡിംഗ് ടേപ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് കിട്ടിയിട്ടുള്ളതാണെങ്കിലോ ഇവൻ ഫസ്റ്റിലൊരു ഫേക്ക് പ്രതിമ വിറ്റിട്ടുണ്ടായിരുന്നു. അത് ഓപ്ഷനിൽ ചെന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഇവനാണ്, നമ്മുടെ മിസ്റ്റർ ചോയാണ്. സോ ആദ്യം മുതലേ ഈ ഒരു 150 മില്യൻ്റെ കണക്ക് പറയുന്നത് മുതലേ ഈ ഒരു പ്രതിമ അവൻ്റെ വീട്ടിലിരിപ്പുണ്ട്. അത് മുതൽ ഫുള്ള് റെക്കോർഡിങ്ങാ. സോ ഇതിൽ കൂടുതൽ തെളിവൊന്നും വേണ്ടല്ലോ. സോ ചുരുക്കി പറഞ്ഞ ആദ്യം മുതലേ നമ്മുടെ ലീ ഫുൾ പ്ലാനിങ്ങിലാ. ഒരു പ്രതിമ വിറ്റ തന്നെ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാ. അങ്ങനെ പോലീസ് എത്തുന്നു, അവിടെ പൊരിഞ്ഞടി നടക്കുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ഇയോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തൻ അങ്ങോട്ട് വരുന്നുണ്ട്. അത് വേറെ ആരുമില്ല, നമ്മുടെ ജോങ്ബിയാണ്. ഇവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ ട്വിസ്റ്റ്. നമ്മുടെ ജോങ്ബി ഇവിടെ നല്ലവനാ. അവൻ വരുന്നു, ഇയോനെ രക്ഷപ്പെടുത്തുന്നു. പക്ഷെ രക്ഷപ്പെട്ടു പോകുന്ന സമയത്താണ് നമ്മുടെ അസിസ്റ്റന്റ് ഈ ഒരു പെണ്ണിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷെ ഇതേ സമയം തന്നെ നമ്മുടെ പോലീസ് വരുന്നു, അവനെ കയ്യോടെ പിടിക്കുന്നു. ആ ഒരു തക്കം നോക്കിയിട്ട് നമ്മുടെ ജോങ്ബിയും അതുപോലെ തന്നെ ഇയോണും കൂടി അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അവനൊരു പുറത്ത് കിടക്കാൻ. ഈ ടൈമിലാണ് നമ്മുടെ ചോ അവൻ്റെ കാറുമായിട്ട് അങ്ങ് രക്ഷപ്പെടുന്നത്. ഇത് നമ്മുടെ ജോങ്ബി കാണുന്നുണ്ട്. അപ്പം തന്നെ ഇവൻ നമ്മുടെ ലീനെ വിവരം അറിയിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലീ പിന്നെ ചോക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ചോ ചോദിക്കാണ്, എടാ ആ പൈസ എങ്ങനെയാടാ നീ കട്ട്, സത്യം പറ. അതൊരു ചെറിയ പരിപാടിയാണ്.
റിയലിനെ ഫേക്ക് ആക്കുന്ന ഒരു പരിപാടി. നീ എന്താ വിചാരിച്ച് പോലീസുകാരെ എന്നെ അങ്ങ് വെടിവെച്ച് കൊന്നുന്നാ? ഈ സമയത്താണ് നമ്മുടെ അടുത്ത ടിസ്റ്റ് റിവീൽ ആവുന്നത്. ഒരു പോലീസുകാരെ ഇവനെ വെടിവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു പോലീസുകാരെ വേറെ ആരുമില്ല, നമ്മുടെ ടർബോ ആണ്. പിന്നെ പോരാത്തിന് അതൊരു ഫേക്ക് ബുള്ളറ്റാ. സോ ചുരുക്കി പറഞ്ഞാൽ അവനക്ക് വെടി കൊണ്ടിട്ട് പോലുമില്ല. പിന്നെ അവർ ചോര തെറിക്കുന്ന പരിപാടിയൊക്കെ ജസ്റ്റ് ഒരു ഗാഡ്ജറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്തതാണ്. ഇനി അടുത്ത ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ പൈസ എങ്ങനെയാണ് ഇവിടെ ടിക്കറ്റായി മാറി എന്നുള്ളതാണ്, കൂപ്പണായി മാറി എന്നുള്ളതാണ്. എന്നാ അത് റിയൽ പൈസ തന്നെയാണ്. ഈ പൈസ മൊത്തം ബോട്ട് വഴി മറ്റൊരു കണ്ടെയ്നറിൽ ഇവന്മാർ മാറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് നമ്മുടെ ടർബോൺ ടീമും വരുന്നു, ഈ ഒരു പൈസ മൊത്തം എടുക്കുന്നു. ശേഷം ഈ ഒരു റിയൽ നോട്ടൊക്കെ ഫേക്ക് നോട്ടാക്കി മാറ്റുന്നു. അതായത് നമ്മുടെ സിനിമയുടെ തുടക്കത്തിൽ ഇവനൊരു കള്ളനോട്ട് അടിക്കുന്ന ഒരു മെഷീൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഈ ഒരു റിയൽ പൈസ മൊത്തം കൂപ്പണാക്കി മാറ്റേ. അതിൻ്റെ മുകളിലെങ്ങാനും ആൽക്കഹോൾ വീണ് കഴിഞ്ഞാൽ അത് തിരിച്ച് റിയൽ പൈസ തന്നെയാവും. സോ ചുരുക്കി പറഞ്ഞാൽ മൊത്തം പൈസ നമ്മുടെ ചോട ബിൽഡിങ്ങിനകത്തുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് കുറച്ച് ആൽക്കഹോൾ ഒഴിച്ചാൽ മതി, അത് തിരിച്ച് പൈസ തന്നെയായി മാറും. പക്ഷെ മണ്ടൻ ചോക്കുണ്ടായതൊക്കെ അറിയാം. സോ രണ്ടുപേർക്കൂടെ പൈസ കിട്ടിയിട്ടില്ല. പൈസ ഇരിക്കുന്നത് നമ്മുടെ ചോട ബിൽഡിങ്ങിലാണ്. അവിടെയാണെങ്കിൽ ആകെ പോലീസാണ്. ഈ സമയത്താണ് നമ്മുടെ അടുത്ത ടിസ്റ്റ് റിവീൽ ആവുന്നത്. പോലീസുകാരുടെ കൂട്ടത്തിൽ അതാ ഈ ഒരു നോട്ട് സീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുത്തൻ കയറി വരുന്നു. വേറെ ആരുമല്ല, നമ്മുടെ ഗുയിനാണ്. ഇവൻ മരിച്ചിട്ടില്ല. പിന്നെ അവിടെ വെച്ചിട്ടുള്ള കത്തിക്കുത്ത് അത് ചുമ്മാ ജസ്റ്റ് ഒരു ഓസ്കാർ പെർഫോമൻസ്. കുറച്ച് ഫേക്ക് ബ്ലഡ് ഇട്ടിട്ട് അവിടെ കിടന്നിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക രണ്ടും കൂടിയിട്ട്. അത് മാത്രമല്ല നമ്മുടെ ജോങ്ബിയുടെ പാസ്റ്റ് അനുസരിച്ചിട്ട് അവൻ ചതിയനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലീക്ക് ഉറപ്പായിരുന്നു ജോങ്ബിനെ എന്തായാലും നമ്മുടെ ചോ വിലക്ക് വാങ്ങുന്നുള്ളത്. അത് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവൻ നമ്മുടെ ജോങ്ബിനോട് അഭിനയിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇത് മൊത്തം അഭിനയമായിരുന്നു. നമ്മുടെ ജോങ്ബി നല്ലവനാണ്, ഗുയിൻ മരിച്ചിട്ടുമില്ല, പൈസ മൊത്തം ഇവിടെ സേഫാണ്. അങ്ങനെ ഇവന്മാർ ഈ ഒരു വണ്ടി മൊത്തം സീസ് ചെയ്യുന്നുണ്ട്. ശേഷം ഈ ഒരു വണ്ടി അങ്ങ് കൊണ്ടുപോകുന്നതാണെങ്കിലോ നമ്മുടെ ഗുയിനും അതുപോലെ തന്നെ നമ്മുടെ ജോങ്ബിയും. സോ എല്ലാം അവസാനിച്ചിട്ടുണ്ട്. പൈസ ഇവരുടെ കയ്യിൽ തന്നെ സേഫാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ചോന അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. നമ്മുടെ മിസ്റ്റർ റോനെ കൊന്ന ആളല്ലേ. അതുകൊണ്ട് തന്നെ അവന്റെ കാറിലോട്ട് അങ്ങ് ഇടിച്ച് കയറ്റുക നമ്മുടെ ലീ. പക്ഷെ നമ്മുടെ ചോ മരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവനെ കൊല്ലുന്നില്ല. എടാ ചോ, ഞാൻ നിന്നെ കൊന്നു കഴിഞ്ഞാൽ ഞാനും നീയും വ്യത്യാസം ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടാൻ, നിന്റെ കാര്യം പോലീസ് നോക്കിക്കോളും. അത് മാത്രമല്ല നിനക്ക് ഇനി ഒരിക്കലും പുറലോകം കാണാൻ പറ്റില്ല. കാരണം ഒരു 150 മില്യൺ കിട്ടുന്നത് വരെ നിന്നെ പോലീസുകാരിട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. ഇതും പറഞ്ഞിട്ട് നമ്മുടെ ടർബോനെ വിളിക്കുന്നുണ്ട്. ടർബോ നമ്മുടെ ക്രെയിനായിട്ട് വരുന്നു. ഇവന്റെ കാർ എടുത്തുകൊണ്ട് അങ്ങ് പോകുന്നു. അതിൽ നമ്മുടെ ലിയും കയറി പോകുന്നു. സോ ഇവിടെ എല്ലാം അവസാനിച്ചിട്ടുണ്ട്. നമ്മുടെ ചോനെ പോലീസ് പിടിക്കുന്നു. പോലീസുകാർ ഇങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ചോക്കാണെങ്കിൽ ഇവിടെ ഒന്നും പറയാനുമില്ല. ഇവന്മാരാണെങ്കിൽ ഫുള്ള് സെറ്റ് പൈസ കിട്ടിയിട്ടുണ്ട്. ആൽക്കഹോൾ എടുത്തിട്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. പൈസ മൊത്തം ഇങ്ങനെ റിയൽ ആയിട്ട് ഇങ്ങനെ മാറുന്നുണ്ട്. ശേഷം അതിൽ നിന്നൊരു തുക നമ്മുടെ ഇയോൺ അങ്ങ് കൊടുക്കാൻ, ഇയോണിന് ഒരു ആർട്ട് ഗാലറി തുടങ്ങാൻ വേണ്ടിയിട്ട്. അതിന് ഇയോണും വലിയ നിലയിലെത്തി, നമ്മുടെ ലിയും വലിയൊരു നിലയിലെത്തി. അതുമാത്രമല്ല ഇവിടെ പ്രപ്പോസ് ചെയ്യുന്നു. നമ്മുടെ സിനിമ അവസാനിക്കുന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ സിനിമ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.